കോഴിക്കോട് ഫറോക്ക് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലേക്ക് എത്തുന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. 5 പ്രധാന സർക്കാർ ഓഫീസുകളാണ് ഫറോക്കിൽ പുതുതായി നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷനിൽ തന്നെ പ്രവർത്തിക്കുക. ഈ മാസത്തോടെ എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഫറോക്ക് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന 5 പ്രധാന സർക്കാർ ഓഫീസുകളാണ് ഫറോക്ക് ചുങ്കത്തെ പുതിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രവർത്തനം മാറ്റുന്നത്. സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, സംസ്ഥാന ചരക്ക് സേവന നികുതി ഓഫീസ് എന്നിവയാണ് പുതിയ മന്ദിരത്തിലേക്ക് മാറുക. 10 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ അത്യാധുനിക കെട്ടിടം നാടിന്റെ വികസനത്തിന്റെ പ്രധാന അടയാളമായി മാറുകയാണ്. പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ലിഫ്റ്റ് സൗകര്യവും കോൺഫറൻസ് ഹാളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സേവനങ്ങളും ഒരിടത്ത് ലഭിക്കുന്നത് വഴി ജനങ്ങളുടെ സമയവും യാത്രാ ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനാകും. ഓഫീസുകൾ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് ഫറോക്ക് ചുങ്കം മേഖലയിലെ വ്യാപാര മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുന്നുണ്ട്. ആൾക്കാർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 2 ബസ് കയറി പോകണം കോഴിക്കോട് സിവിലിലേക്ക് പോകണമെങ്കിൽ. ഇവിടെ ആകുമ്പോൾ ഫറോക്ക് മുനിസിപ്പാലിറ്റിയും രാനാട്ടർ മുനിസിപ്പാലിറ്റിയും പിന്നെ ഒരു 3 പഞ്ചായത്തും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇവിടേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അത് വെച്ചാൽ നമ്മൾ ഇവിടെ ഫറോക്ക്, രാമനാട്ടുകര, പിന്നെ ബേപ്പൂര് അങ്ങനെയുള്ളവർക്കാണ് ഇത് സൗകര്യപ്പെടുന്നത്. അല്ലാതെ ടൗണിലുള്ളവർക്ക് അങ്ങോട്ട് പോകുമല്ലോ, അതാണ് ഒരു മെച്ചം. സിവിൽ സ്റ്റേഷൻ വന്നത് ജനങ്ങൾക്ക് ഉപകാരമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കച്ചവടക്കാർക്കും ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കഴിയും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താൽപര്യപ്രകാരം പൂർത്തിയാക്കിയതാണ് ഈ പദ്ധതി. ഈ മാസത്തോടെ എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലായി ചിതറിക്കിടന്ന സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലേക്ക് എത്തുകയാണ്. ഏറെ പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളും പരിസരത്തെ വ്യാപാരികളും. കോഴിക്കോട് നിന്നും M. മുബാറക്, ന്യൂസ് മലയാളം.